നമ്മൾ ഒരു ബോട്ട് മേടിക്കാൻ വേണ്ടി വന്നതാണ്. സംഭവം കണ്ടില്ലേ, ബോട്ട് മേടിക്കാൻ വന്നാലാട്ടെ. ഇവിടെ ഒരു മറൈൻ ഷോ നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യ ബോട്ട് ആൻഡ് മറൈൻ ഷോ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. 22, 23, 24 തീയതികളിലാണ്. അപ്പോൾ ആ തീയതികളിൽ 3 ദിവസം ഉണ്ടായുള്ളൂ. അപ്പോൾ 3 ദിവസം ഇവിടെ വന്ന് പരിപാടി കാണാൻ പറ്റാതെ പോയവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെയുള്ള സംഭവങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബോട്ടിങ്ങിനും അല്ലെങ്കിൽ കയാക്കിങ്, ഫിഷിങ്, അങ്ങനെ വാട്ടർ ആക്ടിവിറ്റി ആയിട്ട് എന്തൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. കാര്യം പല പല സ്ഥലങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതും ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ബോട്ടായിക്കോട്ടെ, റോഡായിക്കോട്ടെ, റീലായിക്കോട്ടെ, ഫിഷിങ്ങിനുള്ള ഐറ്റംസ് ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല ബ്രാൻഡുകളുടെ, പല സ്ഥലങ്ങളുടെ, പല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ഇതിൽ നിന്ന് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അവരെ നേരിട്ട് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് മേടിക്കാനും സാധിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാൻ നിന്ന് ഇൻട്രോ പറഞ്ഞ സ്ഥലത്ത് 2 ബോട്ട് കിടക്കണം കണ്ടായിരുന്നല്ലോ അല്ലേ? അത് പവർ ബോട്ട് മറൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ അലൂമിനിയം പാസഞ്ചർ ബോട്ടുകളാണ്. ആ നീല കളറിൽ കാണുന്നതിൻ്റെ ഉള്ളിൽ പാസഞ്ചറിന് സീറ്റ് അങ്ങ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബെഞ്ച് മോഡലാണെങ്കിൽ, മറ്റേ അപ്പുറത്ത് കാണുന്നതിൽ ഒരു ചെയർ ടൈപ്പാണ് കേട്ടോ. ഇനി ഈ എക്സിബിഷൻ നടക്കുന്നതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അത് ഈ കാണുന്ന ഒരു കിടക്കുന്ന സാധനമാണ്. യമഹയുടെ ഒരു സ്പീഡ് ബോട്ടാണ് സംഭവം. നല്ലൊരു പ്രീമിയം ലുക്കിലുള്ള ഒരു സ്പീഡ് ബോട്ട് തന്നെയാണ്. ജോർജ് മൈജോ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു സ്പീഡ് ബോട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഓഫീസ് വരുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പറും അതുപോലെ ഇമെയിൽ ഐ ഡിയും ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനും പറ്റും കേട്ടോ. അതുപോലെ ഇവിടെ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കമ്പനികളുടെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡി എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സ്പീഡ് ബോട്ട് മാത്രമല്ല, മറ്റിവരുടെ മെഷീനറീസും എഞ്ചിനും അതിലെ എഞ്ചിൻ ലൂബും പ്രൊപ്പലറും എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി കാണുന്നത് അടുത്തൊരു കമ്പനിയുടെ വേവ് ഫോർമുല എന്ന് പറയുന്ന ഒരു സ്പീഡ് ബോട്ടാണ്. 14,90,000 രൂപ വരുന്ന സാധനം 11,90,000 രൂപ കിട്ടും. അതായത് 3 ലക്ഷം രൂപ ഇപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഈ പരിപാടിയിൽ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനടുത്ത് തന്നെ മറൈൻ ജെറ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു കിടക്ക സാധനം ഇരിക്കുന്നുണ്ട്. 11,90,000 രൂപയുടെ സാധനം 10,90,000 രൂപ കിട്ടും. ന്യൂസിലാൻഡ് മെയ്ഡ് സാധനമാണ്, ഫോറിൻ ഐറ്റമാണ്. അത് അമ്മാതിരി പെർഫോമൻസ് ഉള്ള ഒരു ഐറ്റം എന്നാണ് അവർ പറയുകയും ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകളായിട്ട് ഇവിടെ ഉള്ളത്. അതുപോലെ നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഫ്ലോട്ടിംഗ് ജെട്ടിയൊക്കെ ഉണ്ടാക്കാനുള്ള പ്രൊഡക്റ്റുകളൊക്കെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ടി വിയിൽ കുറേ സ്പീഡ് ബോട്ടിൻ്റെ വിഷ്വൽസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മറ്റേ മുങ്ങിപ്പോതെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള റെസ്റ്റ് ട്യൂബ് സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡി സംഭവങ്ങളും കമ്പനികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വന്നപ്പോൾ ഇവിടെ സുസുക്കിയുടെ ഒരുപാട് എഞ്ചിനൊക്കെ ഇരിക്കുന്നുണ്ട്. സുസുക്കി 20, സുസുക്കി 115, 140 അങ്ങനെ പല മോഡലിലുള്ള എഞ്ചിൻസ്, 2 ചെറിയ ബോട്ടുകൾ മോഡൽ ഉണ്ടാക്കി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവരുടെ കമ്പനിയുടെ പേര് എഴുതി കാണിക്കുന്നത് SIFFS എന്നാണ്. അതായത് സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഫിഷർമെൻ സൊസൈറ്റീസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. തിരുവനന്തപുരം കരമനയാണ് ഇവരുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റുകൾ മേടിക്കാനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കാനായിട്ടായാലും ഇവരുടെ കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും സംഭവങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്തൊരു സെക്ഷനിലേക്ക് വന്നപ്പോൾ 2 പ്രീമിയം ലുക്കിലുള്ള 2 ബോട്ടുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സ്പീഡ് ബോട്ട് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് പറയേണ്ട സംഭവം തന്നെയാണ്. അതിൻ്റെ ടോപ്പിൽ വുഡിൻ്റെയൊക്കെ ഫിനിഷിങ് കൊടുത്തിട്ട് ഒരു പ്രീമിയം ലുക്കിലാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേരവിടെ എഴുതിയിരിക്കുന്നത് XY എനർജി എന്നൊക്കെ വായിക്കുന്ന ടൈപ്പിലാണ്. പ്രൊനൗൺസിയേഷൻ എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. തൊട്ടടുത്ത് തന്നെ ഞാൻ പറഞ്ഞത് 2ാമത്തെ ബോട്ട് ഇതാണ്. അതും ഭയങ്കര ഫിനിഷിങ്ങോടുകൂടി, വുഡൻ ഫിനിഷിങ്ങോടുകൂടിയാണ് ടോപ്പൊക്കെ ചെയ്തിരിക്കുന്നത്. സോളാർ ബോട്ടുകൾ, അതുപോലെ ഇലക്ട്രിക് ബോട്ടുകൾ, ഇനി സോളാർ ഇലക്ട്രിക് ഡോക്ക് വേണമെങ്കിൽ അതും ഉണ്ട്. സോ ബോട്ട് ചാർജ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല സോളാറിൻ്റെ ഡോക്ക് ആയതുകൊണ്ട്. അക്വാട്ടിക് ട്രാഷ് കളക്ടർ, ഇലക്ട്രിക് വാട്ടർ ബൈക്ക്, അക്വാട്ടിക് വീഡ് ഹാർവസ്റ്റർ, ബാസ് ബോട്ട്, സ്പീഡ് ബോട്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് ബോട്ടുകൾ ഇവർക്ക് കളക്ഷൻസിലുണ്ടെന്ന് അവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് വീഡിയോ പയ്യൊന്ന് പോസ് ചെയ്ത് പയ്യെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ കേളചന്ദ്ര അക്വാട്ടിക് മെഷീൻസ് എന്നാണ് ഈ കമ്പനിയുടെ പേര് വന്നിരിക്കുന്നത്. ഓഫീസ് വരുന്നത് കോട്ടയത്താണ്. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും മെയിൽ ഐ ഡി സംഭവങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ വെക്കുന്നുണ്ട്. ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കിത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും, ഇപ്പോൾ നമുക്ക് കേജ് ഫാമിങ്ങിന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്വയർ ഉള്ളിൽ ഗ്യാപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഫിഷ് ഫാമിങ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബോട്ട് ജെട്ടിക്ക് വരുമ്പോൾ നമ്മളൊരു T രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത്. ഇതാകുമ്പോൾ അതിൻ്റെ റെയിൽസാണ്. ഇത് അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഇതായിട്ട് വരുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് പെട്ടെന്ന് നമുക്കൊരു ഈസി മെത്തേഡിൽ, ഈവൻ നമുക്ക് വെള്ളത്തിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് ഹൈറ്റ് കൂടിയും കുറഞ്ഞും നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ആയി വന്നോളും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്വയർ മീറ്റർ ആണ് വരുന്നത്. ഇതേപോലത്തെ 2 പീസ് വരും. ആ 2 പീസ് ആയിട്ടാണ് വരുന്നത് സ്ക്വയർ മീറ്റർ. അപ്പോൾ അതാണ് നമുക്ക് 8,000 ആണ് നമുക്ക് അതിൻ്റെ പ്രൈസിങ് വരുന്നത്. പിന്നെ നമുക്ക് ഈ നെറ്റ് ബോൾട്ട്, ഇത് അതിൻ്റെ നെറ്റ് ബോൾട്ടാണ്, ജോയിൻറ്റേഴ്സാണ്.
ഇതൊക്കെ നമുക്ക് അഡീഷണൽ ഇതായിട്ടാണ് വരുന്നത്. നമുക്ക് ഒത്തിരി കോസ്റ്റ് വരില്ല, വളരെ നിസ്സാരമായിട്ടുള്ള റേറ്റാണ് ഇതിൻ്റെയൊക്കെ വരുന്നുള്ളൂ. നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ ഡിസൈൻ സെറ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പിന്നിൻ്റെ ഒക്കെ എണ്ണം വേരിയേഷൻ വരും. അതുകൊണ്ടാണ് നമ്മളിത് സെപ്പറേറ്റ് നമ്മൾ പറയുന്നത്. നമുക്ക് ആ ഒരു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ മാറ്റാം. ആ ഡിസൈൻ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ പ്രൈസ് വേരിയേഷൻ വരും. സെൽസർ പോളിമേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കോൺടാക്ട് നമ്പർ ഇതാണ്. അതായത് ഫ്ലോട്ടിംഗ് ജെട്ടി, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. അവരുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വന്നപ്പോൾ പല കപ്പാസിറ്റി, പല ടോർക്കിലുള്ള എൻജിൻസും അതിൻ്റെ പ്രൊപ്പല്ലേഴ്സും അതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതും വെള്ളത്തിലൊക്കെ മുക്കി വെച്ച് നല്ല ഭംഗിയായിട്ട് ഒരു അക്വേറിയം പോലെയൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി അവരൊന്ന് ഓൺ ചെയ്ത് കാണിക്കുന്നത്, അതായത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള എൻജിനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം അവർ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ABS മറൈൻ എഞ്ചിനീയറിംഗ് എന്നാണ് കമ്പനിയുടെ പേര് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ കുറേ ബോർഡുകളും കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെഷീനറീസിൻ്റെ സ്പെക്കും അതിൻ്റെ പെർഫോമൻസും എല്ലാം മനസ്സിലാകത്തക്ക രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ മരടാണ് ഇവരുടെ ഓഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന എല്ലാ കമ്പനികളുടെ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ എല്ലാ കമ്പനികളുടെ കോൺടാക്ട് നമ്പർ കിട്ടും. അടുത്തൊരു സെക്ഷനിലേക്ക് വന്നപ്പോൾ കയാക്കിങ്ങിൻ്റെ ഒരു 3 ബോട്ടുകൾ ഇവിടെ നിവർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ സർഫ് പാഡലിങ്ങിൻ്റെ ഒരു വലിയൊരു പാഡ് അവിടെ വെച്ചിട്ടുണ്ട്. മുംബൈ മഹാരാഷ്ട്രയാണ് ഇവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ കോൺടാക്ട് നമ്പർ, മെയിൽ ID സാധാരണ പോലെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോയപ്പോൾ അവിടെ TV-യിൽ കുറേ സ്പീഡ് ബോട്ടിൻ്റെ പരിപാടിയും പിന്നെ നമ്മുടെ ഗോവയിലെ കണ്ടേക്കണ പോലത്തെ ടവിങ് ബോട്ട്സിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കുറച്ച് ടവിങ് ബോട്ട്സ്, റെസ്ക്യൂ ബോട്ട്സ്, റാഫ്റ്റ് ബോട്ട്സ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് മറൈൻ ആക്സസറീസ് ഒക്കെ ഉണ്ട്. സെയിൽ സേഫ് മറൈൻ എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത്. ഇതും ഒരു മുംബൈ ബേസ്ഡ് കമ്പനിയാണ്. അവരുടെ കോൺടാക്ട് നമ്പറും ഇവിടെ കാണിക്കുന്നുണ്ട്, മെയിൽ ID ഉണ്ട്. പിന്നെ അടുത്തൊരു സെക്ഷനിലേക്ക് വന്നപ്പോൾ കുറച്ച് പ്രീമിയം ലുക്കിലുള്ള സോളാർ ബോട്ടുകളുടെ മിനിയേച്ചർ സംഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 4 ബോട്ടുകളുടെ പ്രീമിയം ലുക്കിലുള്ള ബോട്ട് തന്നെ എടുത്ത് പറയേണ്ടി വരും. മിനിയേച്ചർ രൂപമാണ് വെച്ചേക്കണത്. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ എന്താ സംഭവം നോക്കിയപ്പോൾ അത് സോളാർ ബോട്ടുകളുടെ ഒരു സെക്ഷനാണ്. മേക്കേഴ്സ് ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് സോളാർ ബോട്ട് എന്നാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അവരുടെ കാറ്റലോഗിൻ്റെ ബ്രോഷറിൻ്റെ ഇതും കോൺടാക്റ്റുകളുടെ ഇമെയിൽ IDയും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സംഭവം കണ്ടിട്ട് കൊള്ളാം. തൊട്ടിപ്പുറത്തേക്ക് വന്നപ്പോൾ ഗ്രീവ്സ് മറൈൻ എഞ്ചിൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു DG സെറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവർക്ക് മറൈൻ പമ്പ്സ്, സ്റ്റിയറിംഗ് കേബിൾസ്, വാട്ടർ ക്രാഫ്റ്റ് കേബിൾസ്, മെക്കാനിക്കൽ സ്റ്റിയറിംഗ് കിറ്റ്, അങ്ങനെ പല പല പ്രൊഡക്റ്റുകൾ അവർക്ക് ഉണ്ടെന്ന് അവിടെ എഴുതി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കലക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വലിയൊരു പാസഞ്ചർ ബോട്ട്, ഒരു 8 സീറ്റർ ബോട്ടായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ചരിച്ച് ഒരു സർഫിംഗ് മോഡലിലൊക്കെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എറണാകുളം നെട്ടൂരുള്ള മാതാ മറൈൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. 2 സീറ്റർ സ്പീഡ് ബോട്ട് മുതൽ 12 സീറ്റർ സ്പീഡ് ബോട്ട്, 16 സീറ്റർ സഫാരി ബോട്ട്, 25 സീറ്റർ പാസഞ്ചർ ബോട്ട്, ലക്ഷറി ക്രൂയിസ്, ആംബുലൻസ് ബോട്ട്, 40 സീറ്റർ, 75 സീറ്റർ കാറ്റാമറൈൻ ടൂറിസ്റ്റ് ബോട്ട്, അങ്ങനെ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ബോട്ട് ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്തിരുന്നൊരു കമ്പനിയാണ്. മാതാ മറൈനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും മെയിൽ ID നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബോട്ടുകൾ ഇനിയും നമുക്ക് ഇവിടെ കാണിക്കാനുണ്ട്. നമ്മുടെ ബോട്ട് ഷോയിൽ ഒരുപാട് ബോട്ടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒറ്റ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും എന്നുള്ളതുകൊണ്ട് അതൊരു അടുത്ത പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ വീഡിയോ ചെയ്യുന്ന മുറയ്ക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ തീർച്ചയായും ആ വീഡിയോ കൂടി കണ്ടേക്കാം. കാരണം ഈ വീഡിയോയിൽ കാണിക്കാത്ത മറ്റൊരുപാട് ബോട്ടുകളും മറ്റൊരുപാട് കമ്പനികളൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയും നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.